10 സ്റ്റോപ്പുകളിൽ നിർത്താം, എവിടെ ആളെ കണ്ടാലും നിർത്താം, പക്ഷേ ബസ് സ്റ്റാൻഡിൽ കയറ്റാൻ സമയമില്ല. മലപ്പുറം നഗരത്തിലെത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ നിലപാടാണിത്. മഞ്ചേരിയിൽ നിന്ന് പരപ്പനങ്ങാടി പോകുന്ന ഒരു ബസ്സിന് മാത്രം മനോരമ മുതൽ കിഴക്കേതല വരെ 10ഓളം സ്റ്റോപ്പുകളുണ്ട്. ഇവിടെയൊക്കെ നിർത്തുന്നതിനും പുറമെ റോഡിൽ നിന്ന് ആളെ കണ്ടാലും നിർത്തിയ ആളുകളെ കയറ്റുന്നതിനും സമയമൊരു പ്രശ്നമല്ല. മലപ്പുറം ബസ് സ്റ്റാൻഡിൽ കയറാൻ 2 മിനിറ്റ് സമയം മാത്രം ഇവർക്കില്ല എന്നതാണ് വിചിത്രവാദം. പരപ്പനങ്ങാടിയിൽ നിന്നോ തിരൂരിൽ നിന്നോ തിരിച്ച് മഞ്ചേരി പോകുന്ന ബസ്സുകളാണ് സമയത്തിന്റെ കാരണം പറഞ്ഞ് ബസ് സ്റ്റാൻഡിൽ കയറാതെ പോകുന്നത്. വളവിലും തിരുവിലും കയറ്റത്തിലും വരെ സ്റ്റോപ്പുണ്ട് ഇവർക്ക്. എന്തിന് ട്രാഫിക് റൗണ്ട് അബൌട്ടിൽ വരെ സ്റ്റോപ്പുള്ള ലോകത്തിലെ തന്നെ ഏക നഗരം ഒരുപക്ഷെ മലപ്പുറമാവും. ഇതിനൊന്നും ബസ് ഉടമകൾക്ക് പരാതിയും പരിഭവവുമില്ല. മലപ്പുറത്തെ ബസ് സ്റ്റാൻഡിൽ മാത്രം ബസ് കയറ്റാൻ കഴിയില്ല. മനോരമ, 3-ാം പടി, പെട്രോൾ പമ്പ്, മിഷൻ ഹോസ്പിറ്റൽ, കുന്നുമ്മൽ, കലക്ട്രേറ്റ് ഗേറ്റ്, ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ, പോലീസ് സ്റ്റേഷൻ, കോട്ടപ്പടി സ്റ്റേഡിയം, സ്കൂൾ ട്രാഫിക് ജംഗ്ഷൻ, കിഴക്കേതല തുടങ്ങിയവ മുഴുവൻ മലപ്പുറത്തെ സ്റ്റോപ്പുകളാണ്. ഇവയിലെല്ലാം നിർത്തുന്നതിന് പകരം നഗരത്തിൽ 3-4 സ്ഥലങ്ങളിൽ മാത്രം ബസ് സ്റ്റോപ്പ് അനുവദിക്കണം. എന്നാൽ തന്നെ നഗരത്തിലെ ഗതാഗത കുരുക്ക് പകുതി മാറ്റിയെടുക്കാം. മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ എല്ലാ ബസ്സുകളും കയറിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ ബസ് ഉടമകൾ പറയുന്ന പ്രയാസമൊന്നും അന്നുണ്ടായിരുന്നില്ല. 1 മിനിറ്റ് വൈകുന്നത് ഒരു ബസ്സിന് മാത്രമല്ല, ഇവിടെ വരുന്ന എല്ലാ ബസ്സിനും ആ സമയം വൈകുമ്പോൾ അവരുടെ കളക്ഷനെ അത് ബാധിക്കുന്നില്ല. എത്രയോ ചെറിയ പട്ടണങ്ങളിൽ ഇപ്പോൾ വലിയ ഗതാഗത കുരുക്കാണ്. എത്രയോ സമയം അവിടെയൊക്കെ ബ്ലോക്ക് ആവുന്നു. അതിനൊന്നും ഇവർ ഇതുവരെ മേൽപ്പാലം വന്നാൽ ശരിയാവുമെന്ന് പറഞ്ഞിട്ടില്ല. കുന്നുമലൊരു സ്റ്റാൻഡ് എന്നത് നല്ല ആശയമാണ്. 5-6 പരന്നു കിടക്കുന്ന കുന്നുമലെ ബസ് സ്റ്റോപ്പുകൾക്ക് ഏകീകരണം വരുന്നത് നഗരത്തിലെ ട്രാഫിക് എളുപ്പമാകുമെന്ന് ഉറപ്പാണ്. KSRTC ഡിപ്പോയുടെ ഒരു ഭാഗം ഇതിനായി ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചും ചിന്തിച്ചു തുടങ്ങാം. അടുത്ത MLAയ്ക്കും സർക്കാരിനു മുന്നിൽ മലപ്പുറത്തിന്റെ ഈ ആവശ്യം പരിഗണനയ്ക്ക് വെക്കാം. എല്ലാ ബസ്സുകളും സ്റ്റാൻഡിൽ കയറണമെന്ന ഹൈക്കോടതി വിധി പോലും സമയത്തിന്റെ കാര്യം പറഞ്ഞ് കാറ്റിൽ പറത്തിയവരാണ് സ്വകാര്യ ബസ്സുകാർ. ട്രാഫിക് പോലീസുകാർ പോലും അവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുമ്പോൾ നാട്ടുകാർക്ക് വീണ്ടും ദുർവിധി തുടരും. ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കൂട്ടായ ഒരു ശ്രമം അനിവാര്യമാണ്. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം.